വണക്കം, വന്ദനം, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ആൾ. വെൽക്കം ടു ട്രേഡർ ഓപ്ഷൻ ട്രേഡർ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാനൊരു സെബി രജിസ്റ്റർഡ് അഡ്വൈസറല്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസായിട്ട് യൂസ് ചെയ്യുക. നമ്മൾ കുറേ ദിവസം കൊണ്ടേ, അതായത് നമ്മുടെ ചാനൽ തുടങ്ങിയ ദിവസം കൊണ്ട് തന്നെ നമ്മൾ ഈ റേഞ്ചിനെ കുറിച്ചും പിന്നെ സ്പോട്ടിനും ഫ്യൂച്ചറിനുമുള്ള ഡിഫറൻസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ അനാലിസിസ് ചെയ്യുന്നത് മാർക്കറ്റ് പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു ചാർട്ട് പാറ്റേണാണ്. അതിൻ്റെ ഒരു യുണീക്ക്നെസ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം പ്രൈസ് ഓപ്പർച്യൂണിറ്റിയാണ്, TPO എന്ന് പറയും. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം കോൺഫിഡൻ്റായിട്ടും നിറച്ച് കാര്യങ്ങൾ അതിൽ നിന്ന് അനാലിസിസ് ചെയ്യാനും പറ്റുന്നത് കൊണ്ടാണ് അത് ബേസ് ചെയ്തിട്ടുള്ള ലെവൽസ് എടുത്ത്. കാര്യത്തിൽ അത് അത്ര പെട്ടെന്ന് പഠിക്കാൻ പറ്റത്തില്ല. പക്ഷേ അത് പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു അനാലിസിസും നല്ലൊരു ഇതൊക്കെ ആയിട്ട് നമുക്ക് സെൽഫായിട്ട് എടുത്ത് ട്രേഡുകളിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റും. ഇന്ന് ഇത് നോക്കിക്കഴിഞ്ഞാൽ മുകളിൽ ആദ്യം കാണുന്ന നിഫ്റ്റി സ്പോട്ടാണ്. അതിൻ്റെ അടുത്തുള്ളത് നിഫ്റ്റി ഫ്യൂച്ചറാണ്. ഏകദേശം ഒരു 100 പോയിൻറ്റിന് അടുപ്പിച്ചുള്ള ഒരു ഡിഫറൻസ് നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട് സ്പോട്ടിനും ഫ്യൂച്ചറിനും. മൂന്നാമത്തത് കാണുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ സ്പോട്ടാണ്. അതിൻ്റെ താഴെ കാണുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചറാണ്. കണ്ടിന്യൂവേഷൻ ചാർട്ടാണ് കേട്ടോ. ഇവിടെയും ഒരു 130 പോയിൻറ്റിൻ്റെ ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് ഇതിൻ്റെ ഡേ ഓപ്പൺ ബേസ് ചെയ്തിട്ടാണ് നമുക്കൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടുക. ഞാനൊരു ഓപ്ഷൻ ബയർ ആയതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, എല്ലാ ദിവസവും ബാങ്ക് നിഫ്റ്റിയിൽ ഓപ്ഷനിൽ ഒരു 50 മുതൽ 80 പോയിൻറ്റ് വരെയുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടും. എല്ലാ ദിവസവും കിട്ടും. നിഫ്റ്റിയിൽ ഈ ഇടയ്ക്ക്, അതായത് ഈ ബാങ്ക് നിഫ്റ്റി മന്ത്ലി കോൺട്രാക്റ്റ് ആയതിനു ശേഷം നിഫ്റ്റിയിലും ഒരു 50 മുതൽ 70 പോയിൻറ്റ് വരെയുള്ള ഓപ്ഷൻ ബയ്യറിന് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. നമുക്ക് പെട്ടെന്ന് തന്നെ നിഫ്റ്റി നോക്കാം. സ്പോട്ട് വാച്ച് ചെയ്യുന്നവർ ഈ ലെവൽ മാർക്ക് ചെയ്തിട്ടോളൂ. അതായത് നമുക്ക് നല്ല മുകളിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ, അതായത് നിഫ്റ്റി നിഫ്റ്റി 50 അപ്പ് മൂവ് വേണം എന്നുണ്ടെങ്കിൽ 24,700 മുകളിൽ നമുക്ക് കിട്ടണം. ഓക്കെ, ഇവിടെ വരുമ്പോൾ നമുക്ക് പലപ്പോഴും സംശയമുണ്ട്, മുകളിലോട്ട് പോകുമോ, തിരിച്ച് റിവേഴ്സൽ വരുമോ? ഇത് എല്ലാവർക്കും വരുന്ന ഒരു സംശയമാണ്. റിവേഴ്സൽ വന്നാൽ എന്താകും? അത് നമ്മൾ കുറച്ചുകൂടെ ഒരു യുണീക്കായിട്ട് കാര്യം കൂടെ ഇന്ന് മുതൽ പറഞ്ഞു തുടങ്ങിയാണ്. ഇത് ഓപ്പൺ ആകുന്ന അഡ്ഡ മണി 150 രൂപ പ്രീമിയത്തിൽ നിൽക്കുന്നുണ്ടോ എന്ന് നോക്കുക. 150 മുകളിൽ അത് ട്രേഡ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 24,700 നിഫ്റ്റി ഓപ്പൺ ആകുന്നു എന്നുണ്ടെങ്കിൽ ആ സമയം നോക്കുക 150 റുപ്പീസ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ, 24,700 CE 150ക്ക് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ നോക്കുക. അത് സസ്റ്റെയിൻ ആയാൽ നമുക്ക് CEയിലോട്ട് തന്നെ ഒരു 20 പോയിൻറ്റിൻ്റെ SL വെച്ചിട്ട് മുകളിലോട്ട് നോക്കാവുന്നതാണ്. ഇത് സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതേപോലെ അഡ്ഡ മണി എവിടെയാണോ ഓപ്പൺ ആകുന്നത്, ഇതൊരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. എവിടെയാണോ ഓപ്പൺ ആകുന്നത് അപ്പം നമുക്ക് ഈ പ്രീമിയം കിട്ടണം. 150 എന്ന് പറയുന്ന പ്രീമിയം നമുക്ക് കിട്ടണം. അത് കിട്ടിയാൽ അത് CEയിലുമാകാം PEയിലുമാകാം. അത് പോയിൻ്റ് ഓഫ് കൺട്രോൾ ആയിട്ട് വർക്ക് ചെയ്യും. അഡ്ഡ മണിയിൽ പോയിൻ്റ് ഓഫ് കൺട്രോൾ ആയിട്ട് വർക്ക് ചെയ്യും ഈ പ്രീമിയം റേഞ്ച്. സോ ഇതാണ് ലെവൽ മാർക്ക് ചെയ്തിടുക, മുകളിലോട്ടും താഴോട്ടും. നിഫ്റ്റി സ്പോട്ടാണ്. ഫ്യൂച്ചർ ബേസ് ചെയ്തിട്ട് ഞാൻ ഫ്യൂച്ചർ ബേസ് ചെയ്തിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. കാരണം അതിനാണ് വോളിയം ഉള്ളതും അതിനകത്താണ് മൊമെൻറ്റം കിട്ടുന്നതും. സോ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 24,800 എന്ന് പറയുന്നൊരു സ്ഥലം മുകളിലോട്ടും താഴെ 24,600 എന്ന് പറയുന്നൊരു സ്ഥലവും നമുക്കുണ്ട്. ഇതേ റേഞ്ചുകൾ മാർക്ക് ചെയ്തിടുക. ഇപ്പോൾ നമുക്ക് ഇതേ റേഞ്ച് മാർക്ക് ചെയ്തിടുന്നതുകൊണ്ട് ഇതിനകത്ത് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ അഡ്ഡ മണി ഓപ്പൺ ആകുമ്പം അല്ലെങ്കിൽ അഡ്ഡ മണി മൂവ് ആകുമ്പം അവിടെ നമുക്ക് ഈ പ്രീമിയം കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് കോൺഫിഡൻ്റായിട്ട് നിങ്ങൾക്ക് ട്രേഡുകളിലോട്ട് എൻട്രി ചെയ്യാനും എക്സിറ്റ് ആകാനും പറ്റും. സോ ഇതാണ് നിഫ്റ്റി ഫ്യൂച്ചറും ചാർട്ട്. ഇതാണ് ലെവൽസ്. ഈ ലെവൽസ് നിങ്ങൾ നോക്കുക. ഈ ലെവൽസൊക്കെ വരുമ്പോഴവിടെ CEP എങ്ങനെയാണ് വർക്കാകുന്നത് എന്നുള്ളതൊക്കെ നോക്കുക. ഈ CEPയുടെ ലെവലിൽ ഈ എമൗണ്ട് വരുന്നുണ്ടോ, ഈ പ്രീമിയം കിട്ടുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ബാങ്ക് നിഫ്റ്റി സ്പോട്ട് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്ക് ഇതാണ് ലെവൽ. സ്പോട്ട് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്
സോ 53,600 അവിടെയാണ് ഓപ്പൺ ആവുന്നതെന്നുണ്ടെങ്കിൽ അവിടെ CE നമുക്ക് 702 രൂപയ്ക്ക് കിട്ടണം. 702 കിട്ടണം. അതിന് കിട്ടിയാൽ പ്രീമിയം അതിന് കിട്ടിയാൽ നമുക്ക് മുകളിലോട്ടുള്ള അത് സസ്റ്റെയിൻ ആകണം. സസ്റ്റെയിൻ ആയാൽ മുകളിലോട്ട് നമുക്ക് കിട്ടും. സോ അതേ കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും. അറ്റ് ദ മണി ഓപ്പൺ ആകുന്ന അറ്റ് ദ മണി നമുക്ക് 702 കിട്ടണം. ഇപ്പോൾ നമുക്ക് ഫ്യൂച്ചർ ബേസ് ചെയ്തിട്ടുള്ള ട്രേഡർ ആയതുകൊണ്ട് നമുക്ക് എങ്ങോട്ട് ബാങ്ക് നിഫ്റ്റിയോ എങ്ങോട്ട് പോയാലും നമുക്ക് പ്രശ്നമല്ല. നമ്മൾ വാച്ച് ചെയ്യുന്നത് കോൺഫിഡൻറ്റ് കിട്ടാനായിട്ട് അറ്റ് ദ മണി ഓപ്പൺ ആകുന്ന അറ്റ് ദ മണി നമുക്ക് 702 രൂപയിൽ അല്ലെങ്കിൽ അവിടെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ അവിടെ നിന്ന് നമുക്കൊരു 70 പോയിൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു 80 പോയിൻറ്റിൻ്റെ ഒരു റേഞ്ച് നമുക്ക് പ്രീമിയത്തിലാണ് കേട്ടോ. പ്രീമിയത്തിൽ നമുക്ക് കിട്ടും. ഇപ്പം 702 നമുക്ക് അറ്റ്ലീസ്റ്റ് ഓക്കെ പേടിയുള്ളവർ ഒരു 10 പോയിൻ്റ് അങ്ങോട്ട് മാറി 712 കയറിയാൽ അവിടെ നിന്നൊരു നമുക്ക് ഒരു 50 പോയിൻ്റ് ടാർഗറ്റ് വെച്ചിട്ട് ഇറങ്ങാവുന്നതാണ്. ഇന്നലെ ടെലഗ്രാം ചാനലിൽ ഞാൻ ഇട്ടിരുന്നു. ഞാൻ PEയിൽ 785 വച്ചിട്ടുണ്ട്. അവിടെ കിട്ടിയാൽ കയറും എന്ന്. അത് ട്രിഗറായിട്ട് 50 പോയിൻ്റ് കിട്ടുകയും ചെയ്തു. പക്ഷേ ഞാൻ ബുക്ക് ചെയ്തില്ല. ഞാനൊരു 100 പോയിൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്തു. കാര്യത്തിൽ ആ സ്ട്രൈക്ക് ഞാൻ എടുത്തത് ഇന്നലെ 53,700 PE ആയിരുന്നു. അത് 785 രൂപയ്ക്ക് കിട്ടി, ട്രിഗറായി. എന്നിട്ട് അത് പോയത് 840 വരയ്ക്കും പോയി. 840-45 വരയ്ക്കും പോയി അത്. പക്ഷേ ഞാൻ ബുക്ക് ചെയ്തില്ല. ബുക്ക് ചെയ്യാത്തതിൻ്റെ കാരണം എനിക്കൊരു ഫോൾ ഞാൻ ഇന്നലെ പ്രതീക്ഷിച്ചു ബാങ്ക് നിഫ്റ്റിയിൽ. അപ്പോൾ അത് കിട്ടിയില്ല. അത് തിരിച്ച് നേരെ വന്ന് ഞാൻ 1:1 ബുക്ക് ചെയ്യേണ്ടതായിരുന്നു. അതെൻ്റെ മിസ്റ്റേക്കാണ്. പക്ഷേ അത് തിരിച്ച് നേരെ വന്ന് 50 പോയിൻ്റ് എൻ്റെ SL ഹിറ്റായി. സോ ഓക്കെ, അത് ഇറ്റ്സ് ഓൺ ഗെയിം. എല്ലാ ദിവസവും അങ്ങനെ നമുക്ക് ഇതാകണമെന്നില്ല. പക്ഷേ ഇത് ശ്രദ്ധിക്കുക, ഇത് എവിടെയാണ് ഓപ്പൺ ആകുന്നത്, ഈ പോയിൻ്റ് ഓഫ് കൺട്രോൾ പ്രീമിയം എങ്ങനെയാണ് വർക്കാകുന്നത് നോക്കുക. ഈ ലെവൽ മാർക്ക് ചെയ്തിടുക, മാക്സിമം ഷെയർ ചെയ്യുക. കണ്ടതിൽ നന്ദി, നമസ്കാരം. പിന്നെ മാർക്കറ്റ് പ്രൊഫൈലിൽ ബാക്ക് ടു ബാക്ക് PPOC ആണ്. മാർക്കറ്റ് പ്രൊഫൈൽ അറിയാവുന്നവർ അതും ശ്രദ്ധിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്.